രാവിലെ അമ്മ പണിക്ക് പോയിട്ടോ. അമ്മയ്ക്ക് തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ രാവിലെ അമ്മ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പോയിട്ടോ. ഇന്ന് അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് അവിടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ പാലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ അവിടെ. അപ്പൊ അതിന്റെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. MLA ഒക്കെ വരുന്നുണ്ട്, MLA മേടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഉപകാരമാവും ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഞങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ ഒരു പാലം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അമ്മ ഇന്ന് പണിക്ക് പോയി, ഞാനും കുഞ്ഞാറ്റയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കാര്യത്തിൽ കൂടെ അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ പറയണതിന്റെ കൂട്ടത്തിൽ ആ കാര്യം കൂടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പണിയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് എന്തായാലും അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ രാവിലെ ഞാൻ എന്തായാലും ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചു, അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാനിതാ കുട്ടികളുടെ തുണി, കുട്ടിയുടെ തുണി, എൻ്റെ തുണി, അമ്മയുടെ തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പം അങ്ങനെ അതെല്ലാം അരിയൊക്കെ എന്താ അലക്കി വന്നപ്പോഴത്തേനും അരിയൊക്കെ ഇതാ തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും അതൊന്ന് വെന്തോ നോക്കട്ടെ കേട്ടോ. അപ്പം ഇനി നല്ല അരിയാണ്. അപ്പം എന്താ വെച്ചാൽ വേവ് ഉണ്ടാവും. വേവ് ഒക്കെ കുറച്ച് സമയം എടുക്കും എന്തായാലും വെന്ത് വരാൻ. അപ്പോഴത്തേനും എന്തായാലും നമ്മുടെ അല്ലറ ചില്ലറ പണികളൊക്കെ തീർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ പെട്ടെന്ന് എന്താ പറയുക തിരുമ്പാൻ പോയിട്ടോ. തിരുമ്പാൻ പോയപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ പിന്നാലെ വന്നു കേട്ടോ. കുഞ്ഞാറ്റ വന്നപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ എവിടെ നിർത്തും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനാണ് താഴത്തെ മേമ്മയുടെ മോനുണ്ടായിരുന്നു കേട്ടോ. അവനിന്ന് ക്ലാസ്സിലായിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ട് അവനിന്ന് ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു, മാമ അപ്പോഴത്തേനും പട്ടിക്കുട്ടികളൊക്കെ നമ്മുടെ ഇവിടെ എന്താണ് കില്ലാടികളുണ്ട് കേട്ടോ. എല്ലാവരും വലുതായി വരുന്നുണ്ട്. അവരൊക്കെ കുഞ്ഞാറ്റേനെ കണ്ടപ്പോൾ ഓടി വരിക കേട്ടോ, വാലാട്ടിയിട്ടൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ അവൾ അത് പെട്ടെന്ന് പേടിച്ചിട്ട് അവളവിടെ വീണു കേട്ടോ. പേടിച്ച് പറഞ്ഞാൽ നല്ല അടുത്തേക്കൊന്നും വന്നില്ല. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞപ്പോൾ അവളാണ്ട് വീണു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് അവളെ അവിടെ കൊണ്ട് നിർത്തിയിട്ടോ, അവൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ അങ്ങനെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ച് വെള്ളപ്പയറുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നിന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, 100 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫുള്ളും വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ അത് കുതിർന്ന് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചോറ് വെന്തോ നോക്കി. പിന്നെ അതാ വെള്ളത്തിൽ കറിക്കുള്ളത് വെള്ളത്തിലിട്ടു കേട്ടോ, വെള്ളപ്പയർ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റ എന്താ കാട്ടുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തോട്ടിൻ്റെ അതിൽ പോകട്ടോ. തോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞു വന്നു കേട്ടോ. പിന്നെ ഇപ്പം മഴയൊക്കെ കുറവായില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ വന്നിക്കുമ്പോൾ ഇതാ മേമയുടെ അവിടെ ഇങ്ങനെ പുല്ല് പോലുള്ളൊരു ചെടി നട്ടിട്ടുണ്ട് കേട്ടോ. അതിലതാ അവരതാ ഊരാടണു കേട്ടോ, 2-3-4 ആൾക്കാർ ഇനിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ പേടിച്ചിട്ടാണ് കുഞ്ഞാറ്റ പിന്നെ മാമയുടെ അടുത്തേക്ക് വന്ന്. അവനിന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇതാ അവനിവിടെ സേവനവാരമൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇതാ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതാ പിന്നെ ഹോം തിയേറ്ററിൽ ഇതാ അതെല്ലാം കൂടി അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അവൾക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അവനിത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ വർക്ക് ചെയ്യാട്ടോ. വേറൊന്നുമല്ല, എലിശല്യം കാരണേ കുറേ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിനകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ അവന്. ഇവളിവിടെ എന്തൊക്കെയോ കഴിച്ചിട്ട് അവൻ എന്തൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരുന്നാണ് കാർട്ടൂൺ കാണുക കേട്ടോ. അപ്പം അങ്ങനെ അവളെന്താ നോക്കുന്നതെന്നൊക്കെ പോയി നോക്കി, അല്ലെങ്കിൽ അവളെന്താ ചെയ്യുന്നത്, കളിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി നോക്കിയതാ ടെൻഷൻ കാരണം കേട്ടോ. ടെൻഷൻ അങ്ങനെയല്ല, ചിലപ്പോൾ വാശി പിടിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അവനെന്തെങ്കിലും ഓരോ ജോലി ചെയ്യല്ലേ. അപ്പം അങ്ങനെ ഞാനിതാ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചോറ് വന്നു കേട്ടോ. പിന്നെ വേഗം കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒഴിച്ച് പിന്നെ വെള്ളമൊക്കെ തെക്കി അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ കൂട്ടാൻ അടുപ്പത്ത് വെക്കണം കേട്ടോ. കൂട്ടാൻ എന്തായാലും ഇനിയിപ്പോൾ വെള്ളപ്പയറാണല്ലോ. അപ്പം അതിലേക്ക് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും തക്കാളിയും വെള്ളപ്പയറും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും 2 പച്ചമുളകൊക്കെ കീറിയിട്ട് കുറച്ചും മഞ്ഞളും മുളകൊക്കെ ഇട്ട നമ്മുടെ സാധാ കറിയായിട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങ ചിരവിയിട്ട് അത് അരച്ച് ചേർക്കണം എന്നുണ്ട്. പിന്നെ വെറുതെ ഇരുന്നാൽ അത് നാശമായി പോകും കേട്ടോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ എന്തായാലും പയറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ചട്ടിയിലാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇതാ തുണികളൊക്കെ ചെറിയൊരു മൂടൽ പോലെയൊക്കെ ഉണ്ട്. മഞ്ഞ് പെയ്യാനാ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ മലമ്പ്രദേശം ആയതുകൊണ്ടേ മഞ്ഞ് ഭയങ്കര, നമുക്ക് 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ മഞ്ഞ് പെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പുല്ലൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തോന്നും അയ്യോ ഇതപ്പോഴത്തെ പുല്ലിങ്ങനെ നനഞ്ഞിരിക്കുന്നത്. പക്ഷെ മഞ്ഞ് നല്ല പെയ്യുന്നുണ്ടാവും. ഒരു 5:30-5:45 ആകുമ്പോഴത്തേന് തന്നെ വൈകിട്ട് നല്ല മഞ്ഞുണ്ടാവും കേട്ടോ. അപ്പോൾ തുണികളൊക്കെ നേരത്തെ തന്നെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ ഇടയ്ക്കൊന്ന് പോയി വരികയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കറിക്കുള്ളത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും അതിലേക്കുള്ള ഉള്ളി അതേപോലെ തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. ഞാനപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഹോളിലെ തട്ട്, അതുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ചു. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച്
തീയൊക്കെ ഇട്ട് പിന്നെ ഒന്നും കൂടിയും പോയി നോക്കി. അപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് കഞ്ഞി വേണം എന്നൊക്കെ പറഞ്ഞിട്ടേ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അതിൽ ലാസ്റ്റ് പോയി വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അവനാണെങ്കിൽ അകത്തുള്ള എല്ലാ സംഗതികളും പുറത്തെടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവനത് അവിടെ ക്ലീൻ ചെയ്യാം. അപ്പം അങ്ങനെ അവളെയും കൂട്ടി പിന്നെ പോന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ അവൾക്ക് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് അവളിനെ അവിടെ സെറ്റിലാക്കി ഇരുത്തിയിട്ടുണ്ട്. ടി വി കാണാൻ തന്നെയാണ് കേട്ടോ ആള്. അപ്പോഴത്തേന് ഞാൻ ഇതിലേക്കുള്ള കൊച്ചുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ടെ. തക്കാളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി പിന്നെ ഉള്ളു ഇടാൻ. അപ്പോൾ എന്തായാലും ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്നും ഇങ്ങോട്ട് ഒറ്റ തിളയ്ക്കുമ്പോൾ ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് ഉള്ളു ഇത് ഇടാനെന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പം അമ്മ എന്തായാലും ഉച്ചയ്ക്കും ചിലപ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെയാണ് പിന്നെ അമ്മ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ അവർക്ക് കഴിക്കാനൊക്കെ ഒന്ന് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പം എന്തായാലും ഇന്നിപ്പോൾ എന്തൊക്കെയോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ഉച്ചവരെ ഉള്ളൂ വർക്ക് കേട്ടോ. അപ്പം അങ്ങനെ അവർ എന്തായാലും പിന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഉച്ചയ്ക്കുള്ള കഴിക്കാൻ അമ്മ വരുമ്പോഴത്തേനാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഒരു 1 മണി 1:30 മണിയൊക്കെ ആകുമ്പോഴത്തേനേ വരുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോഴത്തേന് കഴിക്കാനായാൽ മതിയല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ എന്തായാലും ചിലപ്പോൾ എല്ലാം ഉണക്കല മീനോ പപ്പടം ഉണ്ട്. പപ്പടം എന്തായാലും കാച്ചുന്നില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഉണക്കല മീനോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണം, ഒരു ചൊടിക്ക് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഉണക്കല മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും ഇന്നിപ്പോൾ വെറും പയർ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കഴിക്കേണ്ടി വരുന്ന തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിരട്ടയിൽ. അപ്പം അതൊക്കെ എടുത്ത് ചിരവി അതൊക്കെ അരച്ചു കൊണ്ടുവന്നു. ഇതാ പയർ നല്ല വെന്ത് വരുന്നത്. ഇത് നമ്മുടെ സാധാ പയറല്ലാട്ടോ, കുറച്ച് വൻപയർ പോലത്തെ കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള ഒരു പയറാട്ടോ. സാധാ വെള്ളപ്പയറിൻ്റെ ഒരു ഇതല്ല, അതിനെക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നല്ല വേവട്ടെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം കൂടി പിന്നെ വെള്ളത്തിലിടാനും വൈകി. ചോറൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷമാണ് ഞാൻ പയറൊക്കെ വെള്ളത്തിലിട്ടത് കേട്ടോ. അങ്ങനെ അപ്പം ഇനി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഒക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേനും വേറെ പ്രത്യേകിച്ച് വലിയ മസാലയൊന്നുമില്ല. അപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒഴിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുഞ്ഞാറ്റ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് പിന്നെ അവളെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ തേങ്ങയൊക്കെ അരയ്ക്കാൻ നിന്നത് കേട്ടോ. അപ്പം ഇനി എന്തായാലും ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ ജീരകമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, വെറും തേങ്ങേനെ ഉള്ളൂ കേട്ടോ. വെറും തേങ്ങ മാത്രം. നാടനൊക്കെ അറിയാട്ടോ. പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്നൊന്നും പറയല്ല, നമ്മുടെ നാടൻ തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങ അരച്ചെടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സിയുടെ ജാർ അപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അതെന്തായാലും ഒന്ന് ഒലമ്പിപ്പിഴിഞ്ഞെടുക്കുന്നുണ്ട്. തുണി നമ്മൾ ഒലമ്പിപ്പിഴിഞ്ഞെടുക്കില്ലേ, അതുപോലെ എന്ത് പാത്രങ്ങൾ എടുക്കുമ്പോഴും എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, അങ്ങനെ ശീലമായിട്ട് എന്താണെന്നറിയില്ല, എന്ത് പാത്രങ്ങൾ എടുക്കുമ്പോഴും ഒന്ന് കഴുകി ഒലമ്പിയിട്ട് എടുത്തിട്ടേ ഉപയോഗിക്കുള്ളൂ. അതെന്താണെന്നറിയാം, എൻ്റെ മാത്രം ശീലം എന്താണെന്നറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വട്ടുണ്ടോ? എല്ലാവരും ഒന്ന് പറയണേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരിച്ചാലോ പെറുക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ടെൻഷൻ കൊണ്ടാട്ടോ അത് കഴുകണം മൂർന്നതൊക്കെ. അപ്പം എപ്പോഴും ഞാൻ അങ്ങനെയാണ്. അപ്പം അമ്മ പറയും ഞാൻ ചിലപ്പോൾ അപ്പോഴത്തന്നെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ പാത്രം. പിന്നെയും ഞാനത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒലമ്പും. അങ്ങനത്തെ ഒരു സ്വഭാവം കേട്ടോ എൻ്റെ. അപ്പം അമ്മ എപ്പോഴും എന്നെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമോ ഇനിയിപ്പോൾ അതിപ്പം അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എന്തായാലും മിക്സിയുടെ ജാറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ട് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തു. മിക്സി ഇടയ്ക്കൊന്ന് കേടായിരുന്നു കേട്ടോ. അത് ഒരുപാട് വാട്ടിൻ്റെ മിക്സി അല്ലാത്തതുകൊണ്ട് അരിഞ്ഞ് കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസം കേട്ടോ. കുറച്ച് സമയം അതിൽ നിൽക്കുക വേണം. അങ്ങനെ തേങ്ങയൊക്കെ അരക്കൽ കഴിഞ്ഞ് തേങ്ങയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് തളവുമ്പോഴത്തേന് ഞാൻ കറിവേപ്പിലയൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അപ്പം ഇനി കറിവേപ്പിലേക്ക് ഒന്ന് എടുത്തിട്ട് വരണം. കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവളെന്തായാലും വീണ്ടും പോയിട്ടോ താഴത്തേക്ക്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ അവളെ പോയി കൊണ്ടുവരികയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ ഞാനും കുഞ്ഞാറ്റയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പം അമ്മ വരുമെന്ന് വിശ്വസിക്കണം. ഉച്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ അമ്മയ്ക്ക് പരിപാടി എന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ വന്നതിന് ശേഷം അറിയുള്ളൂ. അപ്പോൾ അതുവരെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് തന്നെയാണ്. ഞാനും കുഞ്ഞാറ്റയും ഒറ്റയ്ക്കാട്ടോ. അപ്പോൾ കുഞ്ഞാറ്റേനെ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് മേലൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട്. തല നനയ്ക്കുന്നില്ല കേട്ടോ. മഞ്ഞ് കാരണം എന്താ അറിയില്ല, മഞ്ഞടിച്ചിട്ട് നമുക്ക് ചെറിയൊരു ജലദോഷമുള്ള പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ തല കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തല നന്നായിട്ട് തോർത്താൻ അയക്കൂല. അപ്പോൾ തലയിൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ നാളേക്ക് നല്ല പനി വരും കേട്ടോ. ജലദോഷം വന്നാലേ പനി നല്ല വന്നാൽ പെടാപ്പാട് വിടും. അപ്പോൾ നമുക്ക് തന്നെ അല്ലേ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എന്തായാലും തല കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും മേലൊക്കെ കുളിപ്പിച്ച് അവളെ അതാ ഇനിയിപ്പോൾ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ. ഇപ്പോൾ എപ്പോൾ ഉറങ്ങുന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. അപ്പം അങ്ങനെ
നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറുണ്ണണം. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഓളൊന്ന് ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ വേണം കേട്ടോ. അതേപോലെ പുതിയ ഓപ്ഷനും കൂടി ഉണ്ട്, ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞതാ ചോറുണ്ണാണ് കേട്ടോ. ഇന്നലെ എന്താണെന്നറിയില്ല കേട്ടോ, ഇത് തേച്ചു, ഞാൻ ഷാമ്പൂ ഇട്ടു കേട്ടോ. മുടിയൊക്കെ അങ്ങനെ പറവറാനുണ്ട്. പിന്നെ ഞാൻ എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ വാരി പിടിച്ച് അങ്ങനെ കെട്ടുക ചെയ്ത് രാവിലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ പറപറാനെ നിൽക്കുന്നത് കേട്ടോ. ഷാമ്പൂ ഇട്ട പിന്നെ അങ്ങനെയാണ്. പിന്നെ ഈ മുടി ഒക്കെ കുറ്റി കുറ്റി മുടി ആയതുകൊണ്ടേ അപ്പോൾ മുടി എല്ലാവർക്കും കീപ്പിട്ടല്ലേ വളരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, മുടി വളരുന്നില്ല. ഉള്ള മുടി തന്നെ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.